നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശനിയും വ്യാഴവും കഴിഞ്ഞാൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോചരഫലത്തിൽ ഗുണദോഷങ്ങൾ നമുക്കായിട്ട് നൽകുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും രാഹുകേതുക്കളാണ്. നിരവധിയായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളും ഗുണദോഷങ്ങളും എല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുകേതുക്കൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ എന്തെല്ലാം ഫലങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ്. ആ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. രാഹു ഇപ്പോൾ കുംഭം രാശിയിലാണ്, കേതു ഇപ്പോൾ ചിങ്ങം രാശിയിലാണ്. ഇപ്പോൾ നമുക്ക് തുലാക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ ഗോചരസ്ഥിതി മൂലമുള്ള ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 5-ലും കേതു 11-ലുമാണ്. ധനപരമായി തുലാക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിട്ടുള്ള കാലമാണ്. കടബാധ്യതകളൊക്കെ ക്രമേണ ഒഴിയുന്നതാണ്. സന്താനങ്ങളുടെ വിദേശ പഠനം, വിവാഹം എന്നിവയ്ക്കൊക്കെ അല്പം തടസ്സങ്ങൾ ഉണ്ടായേക്കാം. തീർത്ഥയാത്രയും വൈദികമായിട്ടുള്ള കർമ്മങ്ങളിൽ മനസംതൃപ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കുക, അത് മനഃശാന്തിയെ തകർക്കാം. സന്താനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കണം എന്നുള്ള ചിന്താഗതി മാറ്റുക, അത് ചിലപ്പോൾ ദോഷകരമായി വർത്തിച്ചേക്കാം. ആർക്കും തന്നെ വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകാതിരിക്കുക. ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. സാമൂഹ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിലും അവരെ നല്ല രീതിയിൽ നിരീക്ഷിച്ചിട്ട് മാത്രം എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുക, സഹകരിക്കുക. തൊഴിലിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതാണ്. പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവർ അത് വിജയത്തിൽ എത്തുന്നതാണ്. അപകടങ്ങളിൽ നിന്ന് പോലും അത്ഭുതകരമായി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈശ്വരാധീനത്താൽ ചതിയും വഞ്ചനയും ഒക്കെ തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. പരീക്ഷാ വിജയത്തിന് നല്ല കഠിനാധ്വാനം വേണ്ടിവരും. യാത്രകളൊക്കെ ഗുണകരമാകുന്നതാണ്. നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജാഗ്രതയോടെ ശ്രമിക്കേണ്ടതാണ്. വ്യാപാര കാര്യത്തിൽ വിജയം ഉണ്ടാകുന്നതാണ്. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.